നോക്കാവുന്നിടത്തും തിരക്കാവുന്ന സ്ഥലങ്ങളിലെല്ലാം ഓടി നടന്നിട്ടാണ് ഞാനീ വന്നിരിക്കുന്നത്. ഇനി എനിക്ക് ഓടാൻ വയ്യ. ചെല്ലാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞാനും പോയി തിരക്കി. പക്ഷേ ആർക്കും ഒരു വിവരമില്ല. അതെ, നിങ്ങൾ ഇങ്ങനെ ഓടി നടന്നിട്ട് ഒരു കാര്യമില്ല. അന്വേഷിക്കാൻ അധികാരമുള്ളവർ അന്വേഷിക്കട്ടെ. ഒരു ജില്ല ഭരിക്കുന്ന ആളല്ലേ. പോലീസുകാരെയൊക്കെ ചൊൽപ്പടിക്ക് നിർത്താൻ കഴിവുള്ള ആള്. നീ ശാലിനിയാണോ കുറ്റപ്പെടുത്തുന്നത്? ആ ബെസ്റ്റ്. 2 മന്തുള്ള ആള് 1 മന്തുള്ള ആളെ കളിയാക്കുന്നു. ശാരികയുടെ കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞ് മനോനില തെറ്റിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേ അടിച്ചത് ആരടി? ശാലിനിയാണോ? അല്ലല്ലോ, നീ തന്നെയല്ലേ? നീ മനഃപൂർവ്വ ശാരികയിൽ വിഷം കുത്തിവെക്കല്ലായിരുന്നോ? എന്നിട്ടിപ്പോ ഓരോ ന്യായം പറയുന്നു. എടി, അല്പമെങ്കിലും ഉളുപ്പ് വേണം. ഉളുപ്പ് ഇല്ല, ഉളുപ്പില്ല. അത് ഞാൻ അങ്ങ് സമ്മതിച്ചു. ഞാൻ കൊള്ളില്ലാത്തവളും വഴക്കുണ്ടാക്കാൻ നടക്കുന്നവളും ഒക്കെയാ. അത് ഞാൻ അങ്ങ് സമ്മതിച്ചു. പക്ഷേ ശാരികേച്ചി ഇങ്ങനെ ഒരു ഭ്രാന്തിലേക്ക് തള്ളിവിട്ടത് ആരാ? കുഞ്ഞേച്ചി തന്നെയാ. കുഞ്ഞിന്റെ സംരക്ഷണം ഏറ്റെടുത്താലേ അത് കൃത്യമായിട്ട് നടപ്പിലാക്കണം. അല്ലാതെ കൊച്ചിനെ വല്ലവർക്കും കൊണ്ടുപോയി കൊടുത്താൽ മാത്രം പോരാ. കൊച്ചിനെ കാണാതെ പോയതല്ലേ, പിന്നെ കൊണ്ടുപോയി കൊടുത്തെന്ന് പറയുന്നത് എന്തിനാ? നീ എന്തിനാ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയുന്നേ? സ്വന്തം കുഞ്ഞിനെ ഒരു മടിയും കൂടാതെ എന്നെ വളർത്താൻ ഏൽപ്പിച്ച ഒരമ്മയ്ക്ക് വല്ലവന്റെ കുഞ്ഞിനെ ആർക്കെങ്കിലും എടുത്തു കൊടുക്കാനോ വിൽക്കാനോ ഒന്നും ഒരു മടിയും ഉണ്ടാവില്ല. ശ്യാമേ, ആ കഥയിലേക്കൊന്നും നീ പോണ്ട. എനിക്കിവിടെ പലതും വിളിച്ചു പറയേണ്ടി വരും. ഗർഭിണിയാണെന്ന് പറഞ്ഞൊരു കുടുംബത്തെ മുഴുവൻ പറ്റിച്ചതിനപ്പുറം ഒന്നും ഇവിടെ ആരും ചെയ്തിട്ടില്ല. അത്രയും വൃത്തികെട്ട പ്രവൃത്തി ചെയ്യാൻ നിന്നെ പോലെ സ്ത്രീക്ക് മാത്രമേ കഴിയത്തുള്ളൂ. എന്നിട്ടവള് മഹത്വം വിളമ്പുന്നത്. ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ഇനി ഇവിടെ കിടന്ന് അടി കൂടണ്ട. ചോദ്യം ചെയ്യേണ്ട ആളും ഉത്തരം തരേണ്ട ആളും എത്തി കഴിഞ്ഞു. നേരിട്ട് തന്നെ ചോദിച്ചോ. അച്ഛനെന്താ എവിടെ പോവാ? കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ഉത്തരവാദിത്തം അച്ഛനും ഉണ്ട്. ഇന്നലെ രാത്രിയില് ശാരികേച്ചി പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ പരാതി കൊടുക്കാൻ ചെന്നിരുന്നു. ആ, അവളുടെ കുഞ്ഞിനെ കാണാതായതല്ലേ? അപ്പൊ അവളല്ലേ പരാതി കൊടുക്കേണ്ടത്? വേണ്ടപ്പെട്ടവരെ അതിനുള്ള മറുപടിയും കൊടുക്കണം. നിങ്ങളെ ഒരു കാര്യം ഓർത്തോ, അച്ഛനോടും ശ്യാമയോടുമായിട്ട് തന്നെയാ പറയുന്നത്. നിങ്ങളുടെ രക്തത്തെ തന്നെയാ സംശയിക്കുന്നത്. ഇങ്ങനെയുള്ള കഠിന ഹൃദയം ഉള്ളതുകൊണ്ടാ എന്റെ അമ്മ പോലും ഇവിടെ നിൽക്കാത്ത. മനസ്സ് നിറഞ്ഞാ ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. ചങ്കില് കുത്തിയ വാക്കുകൾ അവിടെ ഇരുന്ന് വ്രണമായി പുഴുവരിച്ചാലും നിങ്ങളെ ആരെയും ഞാൻ ശപിക്കില്ല. കാരണം നിങ്ങളൊക്കെ ഇപ്പോഴും എന്റെ സ്വന്തമാണെന്ന് വിചാരിച്ച ഞാൻ ജീവിക്കുന്നത്. മനസ്സിലായോടി? കിട്ടിയില്ലേ? വയറ് നിറച്ച് കിട്ടിയില്ലേ? പറ്റുമെങ്കിൽ കണ്ണും മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഭഗവാന്റെ മുന്നിൽ പോയെന്ന് പ്രാർത്ഥിക്കേ. ചെയ്തു കൂട്ടിയ പാപത്തിന്റെ കാഠിന്യെങ്കിലും കുറഞ്ഞങ്ങ് കിട്ടും. ഇവിടെയൊക്കെ അത് ഉടനെ വേണമെന്നല്ല പറയുന്നത്. അതിനായി മോളുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടാവണം. ഇവിടെ നഷ്ടപ്പെടലിന്റെ വേദന അറിയാത്തവരായി ആരുമില്ല. പക്ഷേ അതെങ്ങനെ നേരിടുന്നു എന്നതിലാണ് കാര്യം. ഏട്ടനെ മോള് വിഷമിപ്പിക്കില്ലല്ലോ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ ശാലിനി? എന്റെ അവസ്ഥ തന്നെ ആലോചിച്ചാൽ മതിയെന്ന് ഞാൻ ചന്ദ്രയോട് പറഞ്ഞിട്ടുണ്ട്. ശിവ,
എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇത് ഇവളെ കൊണ്ട് കഴിപ്പിക്കണം കേട്ടോ. ചന്ദ്രേ, എത്രയെന്നും പറഞ്ഞ വിശന്നിരിക്ക. വേറെ എന്തെങ്കിലും വേണോ? ഇത് കഴിച്ചേ. ഇത് കഴിക്ക. വേണ്ട റാണി. എന്താ ശാലിനി, എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞു? എത്രയും പെട്ടെന്ന് എനിക്കൊരു വാടക വീട് കണ്ടെത്തണം. കുട്ടികളെയും കൊണ്ട് അങ്ങോട്ട് മാറണം. അല്ല, അതെന്താ അങ്ങനെ പറഞ്ഞേ? ഇവിടെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് എന്തെങ്കിലും നിങ്ങൾക്കുണ്ടായോ? ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടല്ല. പക്ഷേ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വലിയൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണെന്ന് മാത്രം. നമ്മുടെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാ പോരല്ലോ, ചുറ്റുവട്ടത്തുള്ളവരെ കുറിച്ച് കൂടി ചിന്തിക്കണ്ടേ? ശാലിനി, ശാലിനിയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ഒരാളുടെ വാ വേണമെങ്കിൽ നമുക്ക് മൂടിക്കെട്ടാം. പക്ഷേ നാട്ടുകാരുടെ മുഴുവൻ വായി നമുക്ക് മൂടിക്കെട്ടാൻ പറ്റില്ലല്ലോ, അല്ലേ? അതിപ്പോ എന്നായാലും മാറണം.